അപ്പോൾ ദി ഗ്രേറ്റ് ഫാദർ എന്നതാണ്. അങ്ങനെ മമ്മൂക്കയുടെ കൂടെ ഇതിനഭിച്ച സിനിമകളൊക്കെ മുന്നറിയിപ്പ്, വർഷം, പത്തേമാരി, ഇപ്പോൾ ഗ്രേറ്റ് ഫാദർ എല്ലാം മികച്ച സിനിമകളായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഗ്രേറ്റ് ഫാദറും ഒരു വലിയ ഹിറ്റ് എന്നതിലപ്പുറം ഒരു മികച്ച സിനിമയായിരിക്കും ദി ഗ്രേറ്റ് ഫാദർ. പൃഥ്വിരാജും ഷാജി നടേശനും ആര്യയും സന്തോഷ് ശിവൻ സാറൊക്കെ ചേർന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യാണ്. ഹനീഫ് അദാനി എന്ന് പറഞ്ഞ പുതിയൊരു സംവിധായകൻ മലയാളത്തിലേക്ക് എത്തുകയാണ്. ആ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റി. ചെറുപ്പത്തിൽ മദ്രസയിൽ വെച്ച് പടച്ചോന്റെ പല പേരുകൾ കാണാണ്ട് പഠിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ പേരുണ്ടോന്ന് അറിയാനാ. മമ്മൂക്ക എന്ന് പറഞ്ഞ മഹാനടന്റെ മെഗാസ്റ്റാറിന്റെ കൂടെയുള്ള 4ാമത്തെ സിനിമയാണ്. ഇതിന് മുന്നേ അഭിനയിച്ച 3 സിനിമകളും എനിക്ക് കിട്ടിയിരിക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങളായിരുന്നു. മുന്നറിയിപ്പിൽ ചെറിയൊരു സീനേ ഉള്ളൂ, വളരെ എൻ്റെ അതേ പ്രായത്തിനനുസരിച്ചുള്ള സീനായിരുന്നു. വർഷം ഞാൻ ഏറെ ഭയത്തോടു കൂടിയായിരുന്നു ആ സിനിമ ചെയ്യുക. കാരണം മമ്മൂക്ക എന്ന് പറഞ്ഞ ആ വലിയ നടന്റെ മുന്നിൽ കുറച്ച് ഏജായിട്ടുള്ള ക്യാരക്ടറായിരുന്നു വർഷത്തിലെ മന്ത്രി. പക്ഷെ ആ സിനിമ രഞ്ജിത്ത് ശങ്കർ സർ ഡയറക്ട് ചെയ്ത ആ സിനിമ ഏറെ മലയാളികൾ സ്വീകരിച്ചൊരു സിനിമയാണ്. വർഷത്തിന് ശേഷം തന്നെ എനിക്ക് പത്തേമാരി എന്ന് പറയുന്ന നാഷണൽ അവാർഡ് വാങ്ങിയ സിനിമ മലയാളി എന്താ പറയുക അത്രയധികം 2 കൈ നീട്ടി സ്വീകരിച്ച സിനിമയായിരുന്നു പത്തേമാരി. പത്തേമാരിയിലും 2 സീനിൽ 2 വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടത്തിലൂടെ പോകുന്ന ഒരു കഥാപാത്രമായിരുന്നു. അതൊക്കെ ഈ 3 സിനിമയും മമ്മൂക്കയുടെ കൂടെ തന്നെയുള്ള കോമ്പിനേഷൻ സീനായിരുന്നു. ഇപ്പോൾ 4ാമത്തെ സിനിമ ദി ഗ്രേറ്റ് ഫാദർ. എനിക്കൊന്ന് ആ സിനിമയിൽ ഇമോഷൻ, മാസ്, ക്ലാസ്, ത്രില്ലർ ഇത് 4ഉം വെച്ചുകൊണ്ട് പോകുന്ന ഒരു സിനിമയാണ് ദി ഗ്രേറ്റ് ഫാദർ. അതിന്റെ സംവിധായകൻ പുതിയൊരു സംവിധായകനാണ് ഹനീഫ് അദാനി. നിർമ്മാതാക്കൾ പൃഥ്വിരാജ് സുകുമാരൻ, ഷാജി നടേശൻ, ആര്യ, സന്തോഷ് ശിവൻ. ക്രിസ്മസിലെത്തുകയാണ്. അതും ഈ പറഞ്ഞ പോലെ മാരകമായ ലുക്കിലൊക്കെയാണ് മമ്മൂക്ക പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷെ അതിൽ നല്ല ഇമോഷൻ ഉണ്ട്, മാസ് ഉണ്ട്, ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ ത്രില്ലറാണ്. അതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷം ഞാൻ കൈകാര്യം ചെയ്തിരിക്കുന്നു.